ലളിതത്വവും അയത്നലളിതവുമായ ഭാഷയിലൂടെ മലയാള സാഹിത്യത്തിലെ കഥാവഴികളിൽ തന്നെ അടയാളപ്പെടുത്തിയ കഥാകാരനാണ് ശ്രീ ജോൺ സാമുവൽ. മാധ്യമപ്രവർത്തകൻ, നടൻ, കമന്റേറ്റർ എന്നീ നിലകളിലും ശ്രദ്ധേയനായ ജോൺ സാമുവലിന്റെ ജീവിതത്തിലും എഴുത്തിലും ബൈബിൾ തണലും വെളിച്ചവുമായിരുന്നു. ബൈബിൾ തനിക്കു പകർന്നു നൽകിയ ആത്മദർശനം പങ്കുവയ്ക്കുകയാണ് സാഹിത്യകാരനായ ജോൺ സാമുവൽ. ഒരു വായനക്കാരൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണിത്. ബൈബിളിൻ്റെ സ്വാധീനം എങ്ങനെ ഈ സാഹിത്യ മൂല്യത്തിൻ്റെ വളർച്ചയിലേക്ക്, അല്ലെങ്കിൽ സാഹിത്യ മൂല്യത്തിലേക്ക് എങ്ങനെ നയിച്ചു എന്നുള്ളത്. ഈ സിനിമാ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കട്ടു, ദൃശ്യഭാഷയിൽ കട്ടു എന്ന് പറയുന്ന പോലാണ്. അതായത് ഈ 66 അധ്യായങ്ങളും നമ്മൾ വായിച്ചു പോകുമ്പോൾ ഒരു പുസ്തകത്തിലെ ഒരധ്യായത്തിൽ നിന്ന് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ്, സന്ദർഭം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരധ്യായം തീരുന്നു, കട്ടു, നെക്സ്റ്റ് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പോകും. നൈരന്തര്യം അവിടെ നഷ്ടപ്പെടുന്നില്ല. ഒരു സാഹിത്യ രചനയുടെ, സാഹിത്യ ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത അത് തന്നെയാണ്. അതിന് ബൈബിൾ പ്രയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ വാക്കാണ് അനന്തരം എന്ന വാക്ക്. ഒരു അധ്യായം കഴിഞ്ഞിട്ട് അനന്തരം അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരിക്കലും ആ കഥയുടെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ അവിടെ ഇട്ടിട്ടാണ് അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നത്. ഇത് അത്ഭുതപ്പെടുത്തുന്ന രൂപഘടനയാണ്. എല്ലാ അധ്യായങ്ങളും സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. പക്ഷേ അടുത്ത അധ്യായത്തിലേക്ക് ഒരു കോമയിട്ട് അനന്തരം എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഈ ബൈബിളിൽ മുന്നേറുകയാണ്. എനിക്ക് തോന്നുന്ന, പലപ്പോഴും തോന്നിയിട്ടുണ്ട് വായിക്കുമ്പോൾ, ഈ 66 പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്. സുവിശേഷങ്ങൾ, മത്തായും ലൂക്കോസ് അവരുടെ സുവിശേഷങ്ങൾ പോലും എഴുതിയിട്ടുള്ളത്. എനിക്കൊന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എങ്കിൽ പോലും പഴയ നിയമവും പുതിയ നിയമവും എല്ലാം കൂടി പുസ്തകങ്ങളെല്ലാം ഒരു കൂട്ടം എഴുത്തുകാരിരുന്ന് രചിച്ച ഒരു സംഭവമാണോ ഇത് ബൈബിൾ എന്ന് തോന്നും വിധം അതിൻ്റെ ഘടന, രൂപഘടന വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ രീതിയിലാണ് തന്നെ മുന്നോട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വിശദീകരണമാണ്, വിശകലനമാണ്. പുതിയ നിയമത്തിലേക്ക് വരുന്ന ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് ഘട്ടങ്ങളെയും, രണ്ട് രീതികളെയും തമ്മിൽ സമന്വയിപ്പിക്കുവാനായിട്ടുള്ള ഒരു വലിയ ശ്രമം യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ പരാമർശിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ ക്രിസ്തീയ മതത്തിൽപ്പെട്ട ഒരല്ലാത്ത എഴുത്തുകാർ പോലും പലരും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബൈബിളിലൂടെ അവരുടെ സർഗസബരിയെ വളർത്തിയെടുക്കുവാനായിട്ട് ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ബൈബിൾ വായന അവർക്ക് എഴുത്തിലേക്കുള്ള പ്രചോദനമായിട്ട് വന്നിട്ടുണ്ട്. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ കഥകളുടെ ഒരു വലിയ ഖനിയാണ്, അല്ലെങ്കിൽ മഹാസാഗരമാണ് ബൈബിൾ എന്നുള്ളത് തന്നെ, മറ്റ് ഏത് ഇതിഹാസങ്ങളെയും പോലെ. അപ്പോൾ ഈ ഭാഷയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള ഒരു ആനുകൂല്യം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശക്തി ലഭിക്കുന്നതിന് നമ്മുടെ പല എഴുത്തുകാരും ഈ പറഞ്ഞതുപോലെ ഇതിലേക്ക് ഈ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ രചനകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള എഴുത്തുകാരെ ബൈബിൾ സ്വാധീനിച്ചിട്ടുള്ളത്. കാര്യം നമ്മൾക്കറിയാം, നമ്മളിപ്പം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പള്ളികളും അമ്പലങ്ങളും ഒക്കെ നമുക്ക് ഈ അമ്പലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റ് മതസ്ഥരുടെ അടുത്തേക്ക് പോവുകയും അവരുടെ വേദഭാഗങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെയും നമ്മൾ കടന്നു പോകും എഴുത്തിലേക്ക്. എന്ന് പറഞ്ഞതുപോലെ ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം രചനകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിനൊന്ന് മെച്ചം അല്ലെങ്കിൽ ഏതാണ് മെച്ചം എന്ന് പറയുവാനായിട്ട് ഒരുപക്ഷെ സാധിച്ചു എന്ന്, കാര്യം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള 3 പുസ്തകങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, പാറപ്പുറത്ത് എഴുതിയ അരനാഴിക നേരം. എനിക്ക് തോന്നുന്നു
മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മികച്ച 10 നോവലുകളിൽ ഒന്നെടുത്താൽ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരത്തെ നമുക്ക് പെടുത്താൻ സാധിക്കും. പക്ഷെ മലയാളത്തിലെ നിരൂപകരത് ചെയ്തിട്ടില്ല. ഇത് പറയാൻ കാരണം അതിനകത്തെ കുഞ്ഞാനേച്ചൻ എന്ന് പറയുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ സിനിമയിൽ അവതരിപ്പിച്ച കുഞ്ഞാനേച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ജീവിതത്തെ എങ്ങനെ നേരിട്ടു, ജീവിതത്തിൻ്റെ തിരിച്ചടികൾ ആ മനുഷ്യനെ എങ്ങനെ തളർത്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ മനുഷ്യൻ എങ്ങനെ ഉയർത്തെഴുന്നേറ്റു, ഇതും വെച്ച ഒരു സാധാരണ മധ്യ തിരുവിതാംകൂർക്കാരൻ്റെ കഥയാണ് കുഞ്ഞാനേച്ചൻ്റെ അരനാഴിക നേരം. ആ അവസാനത്തെ അദ്ദേഹം ഈ കഥാപാത്രം മരിക്കുന്ന അരമണിക്കൂർ നേരത്തെ കഥ വളരെ ബൃഹത്തായിട്ട് നല്ലൊരു മികച്ച നോവലായിട്ട് നൽകിയ പാറപ്പുറത്തിൻ്റെ ആ പുസ്തകത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് KP അപ്പൻ എഴുതിയ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പുസ്തകമാണ്. അദ്ദേഹം ബൈബിളിനെ വളരെ രസകരമായ രീതിയിൽ ബൈബിളിനെ അപഗ്രഥിക്കുകയും ബൈബിളിൻ്റെ ഉള്ളടക്കത്തെ അദ്ദേഹം എങ്ങനെയാണ് ജീവിതത്തിലേക്ക് കണ്ടത് എന്ന് രസകരമായ രീതിയിൽ ഓരോ വായനക്കാരൻ്റെയും താല്പര്യം എടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് CJ തോമസിൻ്റെ പ്രസിദ്ധമായ നാടകം ആ മനുഷ്യൻ നീ തന്നെ. നമുക്കറിയാം, പാപബോധത്തിൽ ഊന്നിയിട്ടുള്ള മനുഷ്യ ജീവിതത്തിലേക്ക് അവനെ എങ്ങനെ അവൻ്റെ ഈ പാപബോധം ഒരു മനുഷ്യനെ എങ്ങനെ തളർത്തുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവനെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവൻ അതിന് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള വളരെ പ്രസിദ്ധമായ കഥ ദാവീദിൻ്റെ ഉറിയാവിൻ്റെയും ബത്ശബയുടെ അതാണ് ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ളത്. പക്ഷേ പാപബോധത്തിന് മറ്റൊരു ആംഗിൾ നൽകിക്കൊണ്ട് മറ്റൊരു ദൃശ്യവത്കരണം എന്ന് തന്നെ നമുക്കത് പറയാം. ആ നാടകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് പാപബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് ഒരുപക്ഷെ ഇതിനെ കാണിക്കുവാനായിട്ട് ഈ ബൈബിളിൽ ആ കഥയെ എഴുതുവാനായിട്ടുള്ള നാടക രംഗത്തേക്ക് അവതരിപ്പിക്കുവാനായിട്ട് CJ തോമസിന് കഴിഞ്ഞു. ഈ 3 പുസ്തകങ്ങൾ പ്രത്യേകിച്ച് പറയുവാൻ കാരണമുണ്ട്. കാരണം ബൈബിളിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് നിരൂപണം എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ലേഖനങ്ങളാണ്, ഒന്ന് മികച്ചൊരു നോവലാണ്, ഒന്നൊരു നാടകമാണ്. നമ്മൾ സാഹിത്യമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം ഏറ്റവും ലളിതമായിട്ടുള്ള രചനകളാണ് സാഹിത്യ രചനയുടെ കാമ്പ് അല്ലെങ്കിൽ ഏറ്റവും മികവ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പണ്ഡിതന്മാർ. അങ്ങനെ നോക്കുമ്പോൾ ബൈബിളിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമായ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ കുറിച്ചുള്ള അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുള്ള മൃഗസമ്പത്തും ഏറ്റവും വലിയ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവൻ്റെ പുത്രന്മാർ ഓരോരുത്തർ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുക പതിവായിരുന്നു. ഇത് വായിച്ചപ്പോൾ നമ്മുടെ ആധുനിക മലയാള സാഹിത്യത്തിലെ ഒരു കഥ വായിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ? ഒട്ടും ക്ലിഷ്ടമല്ലാത്ത വരികൾ, വളരെ തീർത്തും ലളിതമായിട്ടുള്ള വരികൾ, തീർത്തും ലളിതമായിട്ടുള്ള അവതരണം. നമ്മുടെ എഴുത്തുകാരെ പലരെയും ഈ ഒരു അവതരണ രീതിയും ഈ എഴുത്തും ബൈബിളിൻ്റെ ഈ ഒരു പോക്കും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേവലം ഒരു സ്റ്റോറി ബുക്ക് എന്നതിനപ്പുറം മൂല്യങ്ങൾ വിശദീകരിക്കുന്ന, മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യാഖ്യാനിക്കുന്ന ഇതിഹാസം എന്ന് വേണം ബൈബിളിനെ വിശേഷിപ്പിക്കുവാൻ. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്രയധികം ബൈബിളിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുള്ള വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, രചനകൾ മറ്റെങ്ങും ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രസിദ്ധരായിട്ടുള്ള കവികൾ മിൽട്ടനും എലിയട്ടും കോളറിഡ്ജും കീറ്റ്സും ഷെല്ലിയും ഒക്കെ തന്നെ അവരുടെ രചനകളെ പല രചനകളിലും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിന് ആ ബൈബിളിൻ്റെ സ്വാധീനം അവരുടെ രചനകളിലുണ്ട്. നാടകത്തിലെത്തിക്കുമ്പോൾ
ഷേക്സ്പിയർ, ബെർണാഡ് ഷാ, അതുപോലെ T.S. എലിയട്ട്, ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ, ഇവരുടെയൊക്കെ രചനകൾ ലോക സാഹിത്യത്തിലെ മുത്തുകളായി മാറിയത് ബൈബിളിൽ നിന്ന് ഉൾക്കൊണ്ട ആർജവവും ബൈബിളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള കഥാസന്ദർഭങ്ങളും ബൈബിളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ശൈലിയും പുനരാവിഷ്കരിച്ചതിന് ശേഷമാണ്. ലോകതലത്തിലേക്ക്, ലോക സാഹിത്യ രംഗത്ത് അവർക്ക് നൽകിയ സ്ഥാനം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ഇന്നും വിലയിരുത്തുന്നത്. ഒരുപക്ഷെ നമ്മുടെ എഴുത്തുകാരിൽ പലരും, നമ്മുടെ നിരൂപകരിൽ പലരും നമ്മുടെ എഴുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ സാദൃശ്യപ്പെടുത്തുന്നത് ഈ പറയുന്ന പ്രസിദ്ധരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ രചനകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. പക്ഷേ ഇതുപോലുള്ള സാഹിത്യ രചനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 പുസ്തകങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ, മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലോക സാഹിത്യത്തിലും 3 പുസ്തകങ്ങൾ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ബൈബിളിനെ കുറിച്ചുള്ള ഹൃദ്യമായ, വളരെ ഗൗരവമായിട്ടുള്ള പഠനങ്ങളാണ്. ഒന്ന്, റെനെ പൊട്ടോക്ക് എഴുതിയ ഹിൽസ് ഓഫ് സ്പൈസസ്. ബൈബിളിൻ്റെ ഉള്ളിലേക്ക്, ബൈബിളിൻ്റെ ജീവിതഘട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന മനോഹരമായിട്ടുള്ള ഒരു ലേഖന സമാഹാരം. മറ്റൊന്ന് ദ വോയിസ് ഓഫ് മൈ ബിലവഡ്, ആൻ മാറ്ററാണ് എഴുതിയിട്ടുള്ളത്. 3-ാമത്തെ പുസ്തകം സ്പെൻസർ ആൻഡ് ബിബ്ലിക്കൽ പോയട്രീസ്, കാരൽ കാസ്ക് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾക്ക് മറ്റ് കവിതകളിൽ നിന്നും ഫിക്ഷനിൽ നിന്നുള്ള വ്യത്യസ്തപ്പെട്ടിട്ടുള്ള രചനകളായതുകൊണ്ട് തന്നെ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ട് ലോക സാഹിത്യത്തിൽ വന്നിട്ടുള്ള മികച്ച രചനകളായിട്ടാണ് ഈ 3 പുസ്തകങ്ങളും കരുതപ്പെടുന്നത്. നമുക്കറിയാം, ബൈബിൾ എത്രയോ ഫ്രേസസ് ലോക സാഹിത്യത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുന്ന ധാരാളം ഫ്രേസസ്, അതിൽ വരുന്നത് ടെൻഡർ മേഴ്സി എന്ന് പറയുന്ന ആ സാധനം, അതുപോലെ പീസ് മേക്കർ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയുന്ന പീസ് മേക്കർ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, സ്കേപ്പ് ഗോട്ട് ഉപയോഗിച്ച് ധാരാളം ഏതവസരത്തിലും ഉപയോഗിക്കാവുന്ന സാധനം സ്കേപ്പ് ഗോട്ട്. ഒലിവ് ബ്രാഞ്ചസ്, ഇലകളെക്കുറിച്ചിട്ടുള്ള അത് സമാധാനത്തിൻ്റെ ആ ഒരു സംഗതിയെ കാഴ്ചവെക്കുന്ന ഒലിവ് ബ്രാഞ്ചസ്. 11th hour, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരുപക്ഷെ പുറയിലേക്ക് തള്ളപ്പെടുന്ന ആ ഒരു 11th hour, വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ്. പിലാത്തോസിന് സംഭവിച്ച ആ വലിയ ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാം. പിന്നെ ഒന്നും പോരാഞ്ഞിട്ടുള്ള ഗുഡ് സമരിറ്റൻ, നമ്മളിൽ ഓരോരുത്തരും ആവേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഫ്രേസസ് ധാരാളം ഈ ബൈബിളിൽ നിന്ന് ലോക സാഹിത്യത്തിൽ ലഭിച്ചാണ്. ഈ ഫ്രേസസ് മുഴുവൻ എല്ലാ ലോക ഭാഷകളിലും, എല്ലാ സാഹിത്യത്തിലും അതാത് സന്ദർഭങ്ങളിൽ വളരെയേറെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, അതെടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. വിലാപങ്ങൾ, സദൃശവാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ, അതേപോലെ തന്നെ രാജാക്കന്മാർ, അതുപോലെയുള്ള പഴയ നിയമിട്ടിട്ടുള്ള എത്രയോ അധ്യായങ്ങൾ. ഇതിലൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും ജീവിതത്തിൽ നേരിട്ടുള്ള തിരിച്ചടികളെയും ജീവിതത്തിലെ എങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു സ്വയം നഷ്ടപ്പെടുന്ന ജീവിതം നമ്മൾ കൈവിട്ടു പോകുന്ന നമ്മൾ വിചാരിക്കുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ സഹായത്തിനെത്തുന്ന പിടിവള്ളികളാണ്. എനിക്ക് തോന്നുന്നു ബൈബിളിലെ എല്ലാ ഈ 66 പുസ്തകങ്ങളും ആ ഒരു രീതിയിലാണ്. നമ്മൾ ആദ്യം തുടങ്ങുന്ന ഉൽപ്പത്തിയിൽ ഇങ്ങോട്ട് തുടങ്ങുമ്പം ജ്യേഷ്ഠാനുജന്മാരുടെ കഥകൾ തന്നെ ജീവിതം കൈവിട്ടുന്ന എത്രയോ അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ഈ സമകാലിക ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അവിടെ നമ്മൾ പോകുന്നത് ഒരുപക്ഷെ ആ കഥ തന്തുവിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. ദാവീദ് രാജാവ് നേരെ കൊണ്ടുപോകുമ്പോൾ മകനെ കൊണ്ടുവന്ന് ബലി കൊടുക്കാൻ പോകുന്നേ അവൻ അനുസരിക്കുകയാണ്, അവൻ ചോദിക്കുന്നില്ല. മകനെ ബലി കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ കഥ, അല്ലെങ്കിൽ മകൻ ആ അച്ഛൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ നമുക്ക്, ഇന്നത്തെ ഈ ഒരു
പ്രത്യേക സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആനുകാലിക ജീവിതത്തിൽ നമുക്കതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. കാലം മാറി എന്നുള്ള ഒരു പക്ഷേ ആ ഒരു ന്യായീകരണമാവാം അതിന് കൊടുക്കുന്നത്. എങ്കിൽ പോലും ഈ ജീവിത സന്ദർഭങ്ങളിൽ, നമ്മളെ വേദനിപ്പിക്കുന്ന ജീവിത സന്ദർഭങ്ങളിൽ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാനാവും എന്നുള്ളതിന് പിടിവള്ളി എന്നുള്ള രീതിയിൽ തന്നെ, അത് പ്രത്യേകിച്ച് നമ്മളൊരു അധ്യായത്തെ എടുത്തു പറയാനില്ല, ഒരു പുസ്തകത്തെ എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. എല്ലാ പുസ്തകങ്ങളിലും അതിങ്ങനെ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നേരത്തെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മൾ സാഹിത്യത്തിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞ പോലെ, ഈ 1 മുതൽ 100 വരെ എന്നൊരു ഒരു കണക്കിൽ നമുക്കത് പെടുത്താൻ സാധിക്കുന്നില്ല. എത്ര കഥാപാത്രങ്ങൾ! വംശാവലിയാണ് ഈ ബൈബിളിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിപ്പിക്കുന്ന കഥ. ഒരാളിൽ നിന്നൊരാൾ ജനിച്ചു, ഒരാൾ നിന്ന് ജനിച്ചു, അവിടെ നിന്ന് ജനിച്ചു, ഇവിടെ നിന്ന് ജനിച്ചു, രാജാവായി, ആ രാജാവ് അടുത്ത ജനിപ്പിച്ചു, ഇങ്ങനെ വന്ന് യേശു ക്രിസ്തുവിലെത്തി. അവിടുന്ന് ശേഷം പിന്നീട് നമ്മൾ ഒന്ന് സമാധാനപ്പെടാം. ഓക്കെ, കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു അതിരുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന, നമ്മുടെ ചിന്തകളെ സ്പർശിക്കുന്ന, നമ്മളെങ്ങനെ പോകണം അല്ലെങ്കിൽ ഏത് രീതി ചിന്തിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. അവയിൽ നിന്ന് ചിലത് ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതുകൊണ്ട് അവയിൽ നിന്ന് നമുക്ക് പറയാവുന്ന ദാവീദുണ്ട്, മോശ. ജീവിതം കൊണ്ട് അവർ വലിയ കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളവർ, ശലോമോൻ, സ്നാപക യോഹന്നാൻ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പേരിൽ എന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു അല്ലെങ്കിൽ ചിന്തിപ്പിച്ചെന്ന് പറയാവുന്നത് ഇയ്യോബ് എന്ന് പറയുന്ന ആ കഥാപാത്രമാണ്. ഒരു മനുഷ്യൻ, നീതിമാനായ ഇയ്യോബ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഈ പ്രയാസം തന്നു, ഞാനിതെങ്ങനെ നേരിടണം, ആ ഘട്ടത്തിൽ ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തണം, എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം നഷ്ടപ്പെട്ടു ഇയ്യോബിന്. വസ്തുവകകൾ മുഴുവൻ പോയി, പുത്രന്മാർ പോയി. അപ്പോഴും ഇയ്യോബ് പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു, നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ്. അതൊരു വലിയൊരു എന്താണ്, നമ്മൾ ഒരു സുവിശേഷ പ്രസംഗം എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്കുള്ള ഒരു ഘടകമാണത്, അനുഭവമാണത്. അങ്ങനെ ആ ഒരു അനുഭവത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ വളരെ 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 ഒരു മനസ്സുള്ള ഒരു വ്യക്തിക്ക് അത് സാധ്യമാവുകയുള്ളൂ. അതൊരാൾ പഠിപ്പിച്ചു കൊടുത്തതല്ല. എല്ലാ സൗഭാഗ്യങ്ങളുണ്ടായിട്ടും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ ഒരു ചിന്തയിലേക്ക് നയിക്കണമെങ്കിൽ, ആ ഒരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ള, സ്വയം അനുഭവിച്ച് സ്വയം മനസ്സിലാക്കിയ ഒരു കഥാപാത്രമാണ്. ഇയ്യോബിനെ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ബൈബിൾ വായന ആദ്യം മുതൽ അവസാനം വരെ തീർത്തിയാലും ഇയ്യോബ് എന്ന കഥാപാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ. അതുപോലെ തന്നെയാണ് ജോസഫ്, യേശു ക്രിസ്തുവിൻ്റെ പിതാവ്, മരപ്പണിക്കാരൻ ജോസഫ്. നമുക്കറിയാം, സത്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മാതാവിനെ, മറിയത്തെ എല്ലാവരും വാഴ്ത്തുന്നുണ്ട്, എല്ലാ രീതിയിലും മറിയത്തിന് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ജോസഫിന് അത്രയും സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പറയാനായിട്ട്, ഒരു ഘട്ടത്തിൽ ജോസഫ് ജീവിതത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ മെൻറ്റർ എന്ന നിലയിൽ മറ്റാർക്കും ഇല്ലാത്ത സ്ഥാനമാണ് ജോസഫിനുള്ളത്. ആ പള്ളിയിലെ കഥകൾ, ക്രിസ്തു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും ഇങ്ങനെ നിഴല് പോലെ ക്രിസ്തുവിനെ പിന്തുടർന്ന്, അറിയാമല്ലോ, സ്വന്തം കുഞ്ഞല്ല, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് മറിയത്തെ കയ്യേറ്റതാണ്. അങ്ങനെ ഓടി ആദ്യത്തെ യേശുക്രിസ്തുവിൻ്റെ ജനനകാലത്തുള്ള പ്രയാസങ്ങൾ, അവിടെയൊക്കെയും ശക്തമായിട്ട് നിന്നത്, പിതാവിനെ പോലെ ശക്തിയായിട്ട് നിന്ന കഥാപാത്രമാണ് ജോസഫ്. എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് ജോസഫിൻ്റെ പ്രകാരം. അങ്ങനെ വരുമ്പോൾ പല തിരിച്ചടികൾ ജോസഫിന് ഏറ്റിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, 31-ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിന് മുമ്പിൽ ജോസഫിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കി. ജോസഫ് എന്ന പിതാവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ കുറവാണ്. ചില പള്ളികളിൽ ജോസഫിനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ജോസഫ് എന്ന ആ വലിയ മനുഷ്യനെക്കുറിച്ച്, പിതാവെന്ന ആ വലിയ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള
അനുഭവ വിവരണങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇവർ തുടങ്ങിയിട്ടുള്ള അവരുടെ ലേഖനങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ ജോസഫിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ. അതുകൊണ്ട് എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും പുരുഷ കഥാപാത്രങ്ങളിൽ ഇയ്യോബും ജോസഫുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. സ്ത്രീകളിലേക്ക് വരുമ്പോൾ റൂത്ത്, എസ്തർ എന്നീ 2 പേരുണ്ട്. അമ്മായിയമ്മയുടെ ജീവിതത്തിലേക്ക് എത്തുകയും ഭർത്താവ് മരിച്ചുപോയി, എന്നിട്ടും അമ്മായിയമ്മയെ വിടാതെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ റൂത്തിൻ്റെ ആ ഒരു കഥ എല്ലാവരും വായിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യേണ്ടതാണ്. അമ്മായിയമ്മയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് വിധവയായ ഒരു യൗവനക്കാരി, കുട്ടികളില്ല, എന്നിട്ടും അമ്മായിയമ്മയോടൊപ്പം ജീവിതം കരിപ്പിടിപ്പിക്കാനായിട്ട് അമ്മായിയമ്മയോടൊപ്പം പോകുന്ന റൂത്ത് എന്ന് പറഞ്ഞു. അതുപോലെ എസ്തർ, അനാഥയായി തീർന്നിട്ട് ചക്രവർത്തിനിയായിട്ട് മാറിയ എസ്തർ, ആ ഒരു ചരിത്രം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ എസ്തർ എന്ന വ്യക്തി, എന്ന സ്ത്രീ, നമ്മുടെ വനിതാ വിമോചനത്തെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഒത്തിരി പറയുന്നുണ്ട്. ശക്തി, വനിതയുടെ ശക്തി കാട്ടിയ ഒരു കഥാപാത്രമാണ് എസ്തർ. ഇങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ, ധാരാളം കഥാപാത്രങ്ങൾ ബൈബിളിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. ബൈബിളിൽ നമ്മളത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് നമുക്ക് അവസരം തരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഞാൻ നിനക്ക് രക്ഷ നൽകും. ഈ 2 വചനങ്ങളാണ് സത്യത്തിൽ ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ ശക്തി. യുദ്ധവും ക്ഷാമം, ഭൂകമ്പം, ഒപ്പം തന്നെ മഹാമാരികൾ ചരിത്രാതീത കാലം മുതൽ ലോക ജനതയെ എന്നും തപിപ്പിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. മഹാമാരി വന്ന് എത്രയോ ഘട്ടങ്ങളിൽ ലോക ജനത ഏതാണ്ട് ഭൂമുഖത്തു നിന്ന് തന്നെ പോകും എന്ന്, അവർ പുറത്താക്കപ്പെടും എന്ന് ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങളാണെങ്കിൽ പോലും വീണ്ടും ജീവിതം തളർത്തു വന്നിട്ടുണ്ട്. നിരാശപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നേരത്തെ ഇയ്യോബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ബൈബിളിലെ വാക്കുകൾ നമുക്ക് തരുന്നുണ്ട്. ബൈബിളിലെ കഥാപാത്രങ്ങൾ അതിനുള്ള ഉദാഹരണങ്ങളാണ്. തളർച്ചയിൽ ദാവീദിൻ്റെ എത്രയോ അടിപതറി വീണതാണ് ദാവീദ്. മോശ അടിപതറി വീണതാണ്. ശലോമോൻ കരഞ്ഞു നിലവിളിച്ചിട്ടില്ലേ? ദാവീദ് കരഞ്ഞു നിലവിളിച്ചിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ. ഒടുവിൽ ക്രൂശിലേറ്റപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഏത് പ്രതിസന്ധിയിലും ശക്തമായിട്ട് നിൽക്കുവാനായിട്ട് ഉള്ള ജീവിത സന്ദർഭങ്ങൾ നമുക്ക് ഒരുക്കി തരികയാണ് ബൈബിളിലെ ഓരോ അധ്യായവും ഓരോ വാക്കും എന്ന് വിശ്വസിക്കുന്നയാളാണ്.